എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭഗവത്ഗീത ചാപ്റ്റർ 6 ചാപ്റ്ററിൽ നിന്ന് 3 ശ്ലോകം പറഞ്ഞ് അതിൻ്റെ അർത്ഥവും പറയുവാൻ ഉദ്ദേശിക്കുന്നു. 3 ശ്ലോകം: ആരുരുക്ഷോർ മുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തത്സേവ ശമകാരണമുച്യതേ. ഏതൊരുത്തൻ ധ്യാനത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടുവാൻ അല്ലെങ്കിൽ ഒരു യോഗിയായി തീരുവാൻ ഉദ്ദേശിക്കുന്നുവോ അദ്ദേഹത്തിന് കർമ്മമാണ് വഴി. അതായത് സത്കർമ്മങ്ങൾ ചെയ്യുക, നിഷ്കാമ കർമ്മങ്ങൾ ചെയ്യുക. കർമ്മത്തിൻ്റെ ബലം എന്താണെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു അർപ്പണ മനോഭാവത്തോടെ കർമ്മം ചെയ്യണം. അങ്ങനെ കർമ്മം ചെയ്യുന്നതായാൽ നമ്മളുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അത് ക്ലെൻസ് ചെയ്യും. അതായത് ചിത്തവൃത്തി ഉണ്ടാകും. ആ ചിത്തവൃത്തിയിലൂടെ പഞ്ചേന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതായാൽ ധ്യാനസിദ്ധി പെട്ടെന്നുണ്ടാകും. ധ്യാനത്തിലൂടെ മാത്രമേ ആത്മസാക്ഷാത്കാരം ലഭിക്കുകയുള്ളൂ. അതായത് നമ്മളുടെ ആത്മാവിനെ അറിയുവാൻ സാധിക്കുകയുള്ളൂ, നമ്മളുടെ ആത്മചൈതന്യത്തെ കണ്ടറിയുവാൻ സാധിക്കുകയുള്ളൂ. അതിന് നിഷ്കാമകർമ്മമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ കാമത്തിൽ നിന്നും എന്തു ലഭിക്കുന്നു എന്നുള്ള ബല ഇച്ഛ ഇല്ലാത്ത കർമ്മങ്ങൾ. പരോപകാരം, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കണം. യോഗിയായി തീർന്നാൽ പിന്നെ ഈ കർമ്മത്തിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഈ കർമ്മ നിവൃത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ധ്യാനം ചെയ്യുക, ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഉന്നത നിലയിലെത്തുക. ധ്യാനം ചെയ്യേണ്ട രീതി സ്വാമി സൂര്യ ചാനലിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നിത്യം രാവിലെ 5 മണി മുതൽ 6 മണി വരെ ഒരു സെഷൻ, 6 മണി മുതൽ 6:20 വരെ രണ്ടാമതൊരു സെഷൻ ധ്യാനം ചെയ്യേണ്ട രീതി. പിന്നെ 1 മണിക്കൂർ 20 നിമിഷം ധ്യാനം നിത്യവും ചെയ്യുന്നുണ്ട്. 6 മുതൽ 6:20 വരെയുള്ള ധ്യാനം ലളിതാ സഹസ്രനാമം പറഞ്ഞുകൊണ്ടാണ്. 1-2 നാമങ്ങൾ പറഞ്ഞ് അതിൻ്റെ അർത്ഥവും പറഞ്ഞ് ലളിതാദേവിയെ മനസ്സിൽ കൊണ്ടുവന്ന് ധ്യാനിച്ച് ധ്യാനം ചെയ്യുക. വളരെ ബലവത്തായ ഒരു ദാന സമ്പ്രദായമാണ്. നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇതുമൂലം സാധിക്കും. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 9789699866. ഞങ്ങളെ ബന്ധപ്പെടുക. ധ്യാനത്തിൻ്റെ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരാം. ജീവിതത്തിൽ മുന്നേറുക. എല്ലാവർക്കും ജീവിതത്തിൽ മുന്നേറ്റം ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തൃപ്തികരമായി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്കറിയുന്നവർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇതിൻ്റെ നന്മ ഉണ്ടാകണം. ഭഗവത്ഗീത അതാ പറഞ്ഞിരിക്കുന്നത്, ലളിതാ സഹസ്രനാമത്തിലും അതാ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ജ്ഞാനത്തെ പ്രദാനം ചെയ്യുക, ജ്ഞാനദാനം ചെയ്യുക. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഞങ്ങളുടെ കൂടെ ധ്യാനത്തിലേക്ക് വരിക. ഞങ്ങളുടെ വീഡിയോകൾ നിരന്തരം കാണുക. മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്യുക. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. താങ്ക് യു ആൾ.